Hello everyone, welcome back to yet another video of Natural Lines. Today I would like to discuss one of the famous poems of Wilfred Owen, and the title of the poem is The Send Off. And let's learn this particular poem in a nutshell. Once again, welcome to the video. So before moving to the poem, I would like to share some details regarding the poet. കാരണം ഈ പോയറ്റിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയാതെ നമുക്ക് ഈ ഒരു പോയത്തിലേക്ക് പോകാൻ പറ്റില്ല. സോ അബൌട്ട് ദി പോയറ്റ്, ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, വളരെ ഷോർട്ടായിട്ട് മാത്രമേ നമ്മളത് ഡീൽ ചെയ്യുന്നുള്ളൂ. വിൽഫ്രഡ് ഓവൻ, ഹീ ഈസ് ആൻ ഇംഗ്ലീഷ് പോയറ്റ് ആൻഡ് എ സോൾജിയർ, ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദ ലീഡിങ് പോയറ്റ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്. ആൻഡ് വേൾഡ് വാർ ഫസ്റ്റിൽ അതിൻ്റെ ഒരു ഹാർഡ്ഷിപ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റും അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു ട്രോമാസിനൊക്കെ പറ്റി ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള റൈറ്റേഴ്സിൽ ഒരാളാണ് വിൽഫ്രഡ് ഓവൻ എന്ന് പറയുന്നത്. ആൻഡ് നാച്ചുറലി നമ്മൾ പറയുവാണെങ്കിൽ അദ്ദേഹം ഒരു സോൾജിയറാണ്. സോ അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പോയംസിൽ ആ ഒരു ട്രോമയും അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റും എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഹിസ് പോംസ് ഈസ് ആക്ച്വലി നോൺ ആസ് വാർ പോയട്രി. കൂടുതൽ അദ്ദേഹം വാറിനെ പറ്റിയാണ് എഴുതിയിരുന്നത്, വിച്ച് മീൻസ് ഇറ്റ് ഡെപ്പിക്ട്സ് ദി ഹൊറേഴ്സ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്. ഓക്കെ, ആൻഡ് അദ്ദേഹം കൂടുതൽ എഴുതിയിരുന്നത് ദ ഹോണ്ടിങ് എക്സ്പീരിയൻസസ് ഇൻ ദ ട്രെഞ്ചസ് ഫോക്കസിങ് ദ ഹിഡൻ റിയാലിറ്റീസ് ഓഫ് വാർ. അതായത് വാറിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു, ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രോമ, മെൻ്റലി ഫിസിക്കലി അവർ നേരിടേണ്ടി വന്നിരുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ അദ്ദേഹം ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ഡെപ്പിക്ട്സ് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രോമാസ് ത്രൂ ഹിസ് പോയട്രി. But unfortunately, he was killed in action just a week before the war's end at the age of 25. എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ വിൽഫ്രഡ് ഓവൻ മരിക്കുന്നത് നമ്മുടെ ഈ ഒരു വേൾഡ് വാർ ഫസ്റ്റിൻ്റെ എൻഡ് അത് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം ഒരു മേജർ ആക്ഷനിൽ അദ്ദേഹം മരിക്കുന്നത്. ദാറ്റ് വാസ് ഓൺലി അറ്റ് ദി ഏജ് ഓഫ് 25. വളരെ ടെൻഡർ ഏജാണ്, വളരെ ചെറിയ ഏജിൽ തന്നെ നമുക്ക് ആ ഒരു പോയറ്റിനെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. സോ ഇത്തരത്തിലുള്ള ഒരു പോയറ്റാണ് വിൽഫ്രഡ് ഓവൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഈ സെൻഡ് ഓഫ് എന്ന് പറയുന്ന പോം ഡെഫിനറ്റായിട്ടും ഈ ഒരു വാർ പോയട്രിയിൽ ബിലോങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടായിരിക്കും ഓതറിനെ പറ്റി പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്കിപ്പം ക്ലിയർ ആയിരിക്കും. സോ വി ആർ മൂവിങ് ടു ദി പോം ദ സെൻഡ് ഓഫ്. Down the close, darkening lanes they sang their way to the siding shed, and lined the train with faces grimly gay. Their breasts were stuck all white with wreath and spray as men's are dead. So we are moving to the first stanza. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഡൗൺ ദി ക്ലോസ് ഡാർക്കനിങ് ലെയിൻസ് ദ സാങ് ദെയർ വേ ടു ദ സൈഡിങ് ഷെഡ്. അതായത് ഒരു കൂട്ടം സോൾജേഴ്സ് ദേ ആർ മാർച്ചിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി ഒരു ഗ്യാങ് ഓഫ് സോൾജേഴ്സ് വരുവാണ്. ആൻഡ് ദേ ആർ സിംഗിങ്. അവർ വളരെ പാട്ട് പാടിക്കൊണ്ടാണ് വരുന്നത്. പക്ഷേ ആ പാട്ട് പാടുക എന്ന് പറയുന്നത് വി കനോട്ട് സേ ദാറ്റ് ഇൻ എ പ്ലസൻറ്റ് സിറ്റുവേഷൻ. ദേ ആർ നോട്ട് ഇൻ എ മൂഡ് ഓഫ് ജോയ്. സന്തോഷിക്കാവുന്ന ഒരു വകയൊന്നും അവർക്കില്ല. പക്ഷേ ദേ ആക്ച്വലി വോണ്ട് ടു ഫോർഗെറ്റ് സം റിയൽ ഫാക്ട്സ് ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങൾ അവർക്ക് മറക്കണം. വിച്ച് മീൻസ് വാട്ട് ദേ ആർ ഗോയിങ് ടു ഫേസ്. ഇനി അടുത്ത ദിവസം അവരെവിടെയായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു ബാറ്റിൽ ഫീൽഡിലായിരിക്കും, ആ ഒരു റിയാലിറ്റീനെ അവർ മറക്കാൻ വേണ്ടി ദേ ആർ ആക്ച്വലി സിംഗിങ്. ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവർ സിങ് ചെയ്തുകൊണ്ട് അവർ ട്രെയിൻ കിടക്കുന്ന ആ ഒരു ഷെഡിലേക്ക്, ആ ഒരു ഏരിയയിലേക്ക് അവർ പോവുകയാണ്. ആൻഡ് ലൈൻ ദ ട്രെയിൻ വിത്ത് ഫേസസ് ഗ്രിംലി ആൻഡ് ഗേ. അവരുടെ ഫേസ് ഇരിക്കുന്നത് ഗ്രിംലി ആൻഡ് ഗേ എന്നാണ് പറയുന്നത്. ഗ്രിംലി മീൻസ് എന്താണ്, ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അത്ര എന്താ പറയുക, പ്ലസൻ്റ് അല്ലാത്ത ഒരു ഒരു വേ ആണ്. സോ അറ്റ് ദ സെയിം ടൈം ഗേ എന്നും പറയുന്നുണ്ട്. ഗേ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിയർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള എന്നുള്ളതാണ്. സോ രണ്ട് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇവിടെ ഒരു ലൈനിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അവരുടെ ഫേസ് പ്ലസൻറ്റും ആണ്, അറ്റ് ദി സെയിം ടൈം അത് ഡിമ്മും ആണ്. സോ അവർക്കറിയാം ദേ ആർ ഗോയിങ് ടു ഫേസ് സംതിങ്, എന്താ പറയുക, ഡേഞ്ചറസ്.
അപ്പോൾ എങ്കിൽ പോലും ദേ ആർ ആക്ച്വലി വോണ്ട് ടു ഫോർഗെറ്റ് ദി ഫ്യൂച്ചർ തിങ്സ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആ ഒരു ദുരന്തം അത് അവർ ഓർക്കുന്നില്ല. പക്ഷേ എങ്കിൽ അവരുടെ മുഖത്ത് അതിൻ്റെ ഭീകരത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ആൻഡ് ദെയർ ബ്രസ്റ്റ് were stuck all white with wreath and spray as men's are dead. പിന്നെ അവരുടെ നെഞ്ചത്ത്, അവരുടെ ചെസ്റ്റ് ഭാഗത്ത് അവരുടെ യൂണിഫോമിനോട് ചേർന്ന വൈറ്റ് ഫ്ലവേഴ്സ്, അതായത് റീത്ത്, അതായത് വൈറ്റിൻ്റെ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സ്പ്രേ ആസ് മെൻസ് ആർ ഡെഡ്, അതായത് മരിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് പൂക്കൾ വെക്കത്തില്ലേ, വൈറ്റ് പൂക്കൾ വെക്കും. അപ്പം അതുപോലെ തന്നെയാണ് ഇവരുടെ ആ ഒരു യൂണിഫോമിൻ്റെ മുകളിൽ എന്താണ് വൈറ്റ് ഫ്ലവേഴ്സ് കുത്തിവെച്ചിരിക്കുന്നത്, ലൈക്ക് ദി flowers on dead bodies. Then second stanza, dull potters watched them and a casual tramp stood staring hard, sorry to miss them from the upland camp. Then unmoved signals nodded and a lamb winked to the guard. പിന്നെ പറയാണ് ഡൾ പോട്ടേഴ്സ്, അതായത് അവിടെ പോട്ടേഴ്സ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ, പക്ഷേ അവരൊന്നും വളരെ എന്താ പറയുക ചിയർഫുൾ ആയിട്ടുള്ള രീതിയിലെന്നുള്ള, ദേ ആർ ആക്ച്വലി ലുക്കിംഗ് ലൈക്ക് ഡൾ, വളരെ ഡള്ളായിട്ടാണ് അവർ നിൽക്കുന്നത്. അവരിങ്ങനെ എന്തിനാണ് ഇവർ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഒരു പോകുന്ന ഈ ഒരു വാറിൻ്റെ ഈ ഒരു പർപ്പസ് എന്താണ്, എന്ത് ജോലിയാണ് ഇവരെടുക്കുന്നത്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇവർ പോകുന്നത്, അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും അവർക്കില്ല. അവർ വളരെ ലാഘവത്തോടെ ഭയങ്കര സിമ്പിളായിട്ട് ഒട്ടും കെയർ അല്ലാത്ത രീതിയിൽ എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ്. ആരൊക്കെയോ വന്നു പോകുന്നു, സ്ട്രേഞ്ചേഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കയറി പോകുന്ന പോലെ ഒരു റെസ്പെക്റ്റൊന്നും അവർ കൊടുക്കുന്നില്ല, വളരെ ലാഘവത്തോടെ ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. ആൻഡ് കാഷ്വൽ ട്രാംപ് സ്റ്റുഡ് സ്റ്റെയറിങ് ഹാർഡ്, പക്ഷേ അവിടെ നിൽക്കുന്ന ഒരു വാഗാബോണ്ട് ഉണ്ട്, അതായത് വീടില്ലാത്ത അലഞ്ഞിരി നടക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ അത്തരത്തിൽപ്പെടുന്ന ഒരാൾ, അയാൾ ഇവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ആൻഡ് സോറി ടു മിസ് ദം ഫ്രം ദി അപ്ലൻഡ് ക്യാമ്പ്, അയാൾക്ക് വിഷമമുണ്ട്, കാരണം ഇനി ഇവരെ കാണാൻ പറ്റുമോ, ഇനി തനിക്ക് ഇവരെ മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇവരെ ഡെഫിനറ്റായിട്ട് ഞാൻ മിസ്സ് ചെയ്യും എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. ദെൻ അൺമൂവ്ഡ് സിഗ്നൽസ് നോഡഡ് ആൻഡ് എ ലാംബ് വിങ് ടു ദി ഗാർഡ്, അപ്പോൾ സമയമായി, ട്രെയിൻ പതുക്കെ മൂവ് ചെയ്യാൻ പോവുകയാണ്, സിഗ്നൽസ് എല്ലാം ഗ്രീൻ സിഗ്നൽസ് എല്ലാം തെളിഞ്ഞു. അപ്പം എന്തായാലും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ദി സോൾജേഴ്സ് ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, അവരുടെ ഹോം ലാൻഡിൽ നിന്ന് അവരെങ്ങോട്ടാണോ ബാറ്റിൽ ഫീൽഡിലേക്ക് പോകുന്നത് അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് സ്റ്റാൻസ 2. വി ആർ മൂവിങ് ടു സ്റ്റാൻസ 3. So secretly, like wrongs hushed up, they went. They were not ours. We never heard to which friend these were sent, nor the if they yet mock what women meant who gave them flowers. പിന്നെ സ്റ്റാൻസ 3 പറയുന്നുണ്ട് വളരെ സീക്രട്ടായിട്ടാണ് ഇത് നടക്കുന്നത്, അതായത് ലൈക്ക് റോങ്സ് ഹഷ്ഡ് അപ്പ് ദേ വെൻറ്റ്, എന്തോ ഒരു രഹസ്യം മൂടി വെക്കുന്ന പോലെ, എന്താ പറയുക അത്തരത്തിലുള്ളൊരു സെൻഡ് ഓഫ് ഒന്നും അല്ല ഇവർക്ക് കൊടുക്കുന്നത്. മേ ബി ബിക്കോസ് ഓഫ് ദ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ഉദ്ദേശിച്ചുകൊണ്ടാവാം ഇത്തരത്തിലുള്ള സീക്രട്ടായിട്ടുള്ള ഒരു ഫെയർവെൽ അവർക്ക് കൊടുക്കുന്നത്. എന്തായാലും ദേ വർ നോട്ട് അവേഴ്സ്, എന്തായാലും അത് എൻ്റെ എന്താ പറയുക ഇതിൽ പെടുന്നതല്ല, എൻ്റെ പരിധിയിൽ പെടുന്നതല്ല. ദേ വർ നോട്ട് അവേഴ്സ്. ഈ ദേ വർ നോട്ട് അവേഴ്സിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഈ നമ്മുടെ പോയറ്റിൻ്റെ റെജിമെൻറ്റിലേക്കല്ല ഇവർ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല, പോയറ്റിന് അറിയില്ല എന്നുള്ളൊരു രീതിയും അവിടെ വരാം. പ്ലസ് ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കാം ദ വർ നോട്ട് അവേഴ്സ്, എന്തായാലും അവർ നമ്മളുടെ അല്ല, നമ്മൾ ബിലോങ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലും നമുക്കത് എടുക്കാവുന്നതാണ്. ഓക്കെ, 2 ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്. ആൻഡ് വി നെവർ ഹെഡ് ടു വിച്ച് ഫ്രണ്ട് ദീസ് വേർ സെൻറ്റ്. അപ്പം പോയിട്ട് പറയണം നമുക്കറിയില്ല ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഏത് റെജിമെൻറ്റിലാണ്, ഏത് സ്റ്റേഷനിലേക്കാണ് ഇവരിറങ്ങുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്. വി ഹാവ് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. നോ ദർ ഇഫ് ദേ യെറ്റ് മോക്ക് വാട്ട് വിമൻ മെൻറ്റ് ഹു ഗേവ് ദം ഫ്ലവേഴ്സ്. പിന്നെ നമ്മുടെ പോയിട്ട് പറയാണ് ഇങ്ങനെ ഫ്ലവേഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫെയർവെൽ കൊടുത്ത സ്ത്രീകളെ ഒരു തരത്തിൽ ഈ സോൾജേഴ്സ് മോക്കിയാണോ? കാരണം ഈ സോൾജേഴ്സിനെ അറിയാം അവരൊരിക്കലും ഇനി ഈ പോയ പോലെ എല്ലാവരും തിരിച്ചു വരാൻ സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ദേ ആർ മൂവിങ് ടു വേൾഡ് വാർ ഫസ്റ്റ്. അതിൻ്റെ ആ ഒരു ഡിസ്ട്രക്ഷൻ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ആൻഡ് വാറിൻ്റെ ഇഫക്റ്റ്, എന്തുകൊണ്ടും ഈ കാണുന്ന ഒരു ഗ്യാങ് ഓഫ് ഓർ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ദേ വോണ്ട് എന്താ പറയുക റിട്ടേൺ ബാക്ക്. ഈ ഒരു വളരെ കുറച്ച് ആളുകൾ മാത്രമേ ചിലപ്പോൾ തിരിച്ചു വരുള്ളൂ, ചിലപ്പോൾ ആരും തിരിച്ചു വന്നില്ലെങ്കിലും വരാം. അറ്റ് ദി സെയിം ടൈം മേ ബി കുറച്ച് കഴിയുമ്പം ചിലവർ ഹാൻഡിക്യാപ്ഡ് ആവാം, ക്രിപ്പിൾഡ് ആവാം, ഈ പോയ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല വരുന്നത്. സോ ആക്ച്വലി ഇവർക്ക് ഇതെല്ലാം അറിയാം. പക്ഷേ എങ്കിലും പോയിട്ടിനൊരു സംശയം, ഇഫ് ദേ ആർ മോക്കിംഗ് ദാറ്റ് വിമൻ, തൻ്റെ എന്താ പറയുക അവരുടെ സ്ത്രീകളെ, അതായത് തൻ്റെ
പുരുഷന്മാരെ വാർ ഫ്രണ്ടിലേക്ക് അയക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ മക്കളെ വാർ ഫ്രണ്ടിലേക്ക് അയക്കുന്ന ഈ സ്ത്രീകളുടെ മുമ്പിൽ സ്ത്രീകളെ മോക്ക് ചെയ്യുവാണോ ഈ സോൾജേഴ്സ്? കാരണം അവർക്കറിയാലോ അവർ തിരിച്ചു വരില്ലെന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ഈ ഫ്ലവേഴ്സ് കൊണ്ട് കൊടുക്കുന്നതും ഇങ്ങനെയൊരു ഫെയർവെല്ലും? ഇതൊക്കെ ഒരു കളിയാക്കുന്ന രീതിയല്ലേ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഷാൽ ദി റിട്ടേൺ ടു ബീറ്റിംഗ്സ് ഓഫ് ഗ്രേറ്റ് ബെൽസ് ഇൻ വൈൽഡ് ട്രെയിൻ ലോഡ്സ്? ദറ്റ് ഈസ് ഫോർത്ത് സ്റ്റാൻസ. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യം, അതായത് വലിയ ഗ്രേറ്റ് ബെൽസോ അല്ലെങ്കിൽ വളരെ ഒരു അകമ്പടിയോടെ ഇനി അവർ തിരിച്ചു വരുമോ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. a few too few for drums and yells may creep back silent to still village wells up half known roads. പറയുവാണ്, ഇതിൽ വളരെ കുറച്ച് പേര് മാത്രമേ തിരിച്ചു വരികയുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ചിലപ്പോൾ ഇവർ മുഴുവനും തിരിച്ചു വരാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെക്രീ ബാക്ക്, അവർ വരുന്നത് എന്ത് സിറ്റുവേഷനിലാണെന്ന് നമുക്കറിയില്ല. അവർ ചിലപ്പം സൈലൻ്റ് ആയിരിക്കാം. ഒരു പക്ഷേ ടു സ്റ്റിൽ വില്ലേജ് വെൽസ് അപ്പ് ഹാവ് നോൺ റോഡ്സ്, അവർ തിരിച്ചു വരുമ്പോൾ ചിലപ്പം അവർക്ക് അവരുടെ വില്ലേജ് ഓർമ്മ കാണുമോ, അല്ലെങ്കിൽ ഈ പോയ പോലെ തന്നെയായിരിക്കും അവരുടെ വില്ലേജ് ഇരിക്കുന്നത്. അവരുടെ ഒരു മെൻ്റൽ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നൊക്കെ പോയിട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആകുലത, ഹീസ് വെരി എന്താ പറയുക, നെർവസ് അറ്റ് ദി സെയിം ടൈം ഡിസ്റ്റർബ്ഡ് അബൌട്ട് ദി സിറ്റുവേഷൻ, എസ്പെഷ്യലി ദ മെൻ്റൽ സിറ്റുവേഷൻ ഓർ ദി മെൻ്റൽ ട്രോമ. അതുപോലെ തന്നെ അവർക്ക് ഫിസിക്കലി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിലപ്പം കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല, അങ്ങനെ മേ ബി ദേ ആർ ഗോയിങ് ടു വാർ ഫ്രണ്ട് അല്ലേ. അപ്പം അതും വേൾഡ് വാർ, ഇത്രയും ഭീകരത ഉണർത്തുന്ന ഒരു വാറിലേക്കാണ്. സാധാരണ ഒരു 2 സ്റ്റേറ്റ്സോ 2 കൺട്രീസോ തമ്മിലുള്ള വാറിലേക്കല്ല അവർ പോകുന്നത് എന്നുള്ളത് പോയിറ്റിന് കൃത്യമായിട്ട് അറിയാം. ആൻഡ് മോറോവർ ഹീസ് എ പോയറ്റ് അറ്റ് ദ സെയിം ടൈം ഹീസ് എ സോൾജിയർ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ വിൽഫ്രഡ് ഓവൻ എന്ന് പറയുന്നത് പോയറ്റും ആണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു അദ്ദേഹത്തിന് ആശയപരമായിട്ട് വളരെയധികം നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഹീ ഈസ് എ സോൾജിയർ ടു. നേഷൻ്റെ ഒരു ലൈഫ് സേവ് ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോൾജിയർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു പോം, ഒരു കവിത എന്നുള്ള രീതിയിൽ ഈ പോം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ട്രോമ, ഇതൊക്കെ അദ്ദേഹത്തിന് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുള്ളത് because he is a soldier too. So that is the summary part of the poem. Now we are moving to the analysis part. അപ്പം ഈ ഒരു പോയത്തിൽ എന്താണ് പറയുന്നത്? ദ റിയാലിറ്റി ഓഫ് സോൾജിയേഴ്സ് ഡിപ്പാർട്ടിംഗ് ഫോർ ദി ഫ്രണ്ട് ലൈൻസ് ഡ്യൂറിങ് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ദെയർ അൺസർട്ടൈൻ ലൈഫ്. കൂടുതലും വേൾഡ് വാർ ഫസ്റ്റിൽ പോകുന്ന ആ ഒരു അവരുടെ സിറ്റുവേഷനാണ് പറയുന്നത്, ആ ഒരു റിയാലിറ്റി ഓഫ് ലൈഫ് ആൻഡ് അൺസർട്ടൈൻ ലൈഫ് അല്ലേ. സോൾജേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. വി കനോട്ട് സേ ഒരു സ്ഥിരം ഒരു ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും അവരുടെ ലൈഫ് പോകാം. അപ്പോൾ ആ ഒരു അൺസർട്ടൈനിറ്റിയാണ് ഇവിടെ അവർ കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് പോർട്രേസ് ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് സോൾജേഴ്സ്. ഇവിടുത്തെ സോൾജേഴ്സ് എല്ലാം വളരെ കമ്മിറ്റഡ് ആണ്. അവരൊരിക്കലും അവരുടെ എന്താ പറയുക, വീടും നാടും ഉപേക്ഷിക്കാതെ ഇവിടെ നിൽക്കുന്നില്ല. ഇത്രയും എന്താ പറയുക, ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് അവർ പോകുന്നതെന്ന് അവർക്കറിയാമെങ്കിൽ പോലും അവർ തൻ്റെ ആ ഒരു ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിനോടുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു പേട്രിയോട്ടിക് ഫീലിംഗ് അവർ കൈവിടുന്നില്ല. ഇറ്റ് ആക്ച്വലി പോർട്രേസ് their commitment and the dedication. ആൻഡ് വി ക്യാൻ സേ ദ ബ്ലെൻഡിങ് ഓഫ് പേട്രിയോട്ടിസം ആൻഡ് സോറോ അല്ലേ. ഇവിടെ ബ്ലെൻഡ് ചെയ്യുകയാണ്. പേട്രിയോട്ടിക് ലവ് ഉണ്ടോയെന്ന് വെച്ചാൽ അതുകൊണ്ട്, അറ്റ് ദി സെയിം ടൈം അവർക്ക് വിഷമം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഡെഫിനറ്റ്ലി അവർക്ക് വിഷമമുണ്ട്. ദെൻ ദ ബ്രൂട്ടാലിറ്റി ഓഫ് വാർ. നമ്മുടെ പോയിട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അവർ തിരിച്ചു വരുമോ ഇല്ലയോ, വിച്ച് ആക്ച്വലി ഷോക്കേസസ് ദ ബ്രൂട്ടാലിറ്റി ഓഫ് വാർ. ആ വോറിൻ്റെ ആ ഒരു എന്താ പറയുക ഇമ്പാക്റ്റാണ് അവിടെ കാണിക്കുന്നത്. ദെൻ ഫോക്കസിങ് ഹൗ പബ്ലിക് നോസ് അബൌട്ട് ദെയർ ഫേറ്റ്. പിന്നെ ആളുകളുടെ ഒരു ചിന്ത കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ ഒരു വ്യൂ പോയിൻ്റ് അവിടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഡൾ പോട്ടേഴ്സ്, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന പോട്ടേഴ്സ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇവരെന്തോ ചെറിയ ജോലിക്ക് പോകുന്ന പോലെ ചിലപ്പോൾ തിരിച്ചു വരാം, ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. സോ പബ്ലിക്കിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വളരെ ലിറ്റിലാണ്, വളരെ ചെറിയൊരു ലൈഫാണ്. ആരോ എന്തോ പോകുന്നു, സ്ട്രേഞ്ചേഴ്സ് പോകുന്ന പോലെ അവരുടെ ആ ഒരു തണലിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി എന്നുള്ളത് പബ്ലിക് ചിന്തിക്കുന്നില്ല. അപ്പോൾ ദേ ആർ ആക്ച്വലി അൺഅവെയർ അബൌട്ട് ദ ഫാക്ട്. അവരതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പം അതാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ എ റൊമാൻറ്റിസൈസ്ഡ് വ്യൂ ഓഫ് വാർ, ദാറ്റ് ഈസ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് വാർ. വാറിൻ്റെ ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളും ഇമ്പാക്റ്റൊക്കെയാണ് ഇവിടെ പറയുന്നതെങ്കിലും ഈ വാറിനെ റൊമാൻറ്റിസൈസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അതായത് നമ്മൾ സാധാരണ ഒരു യുദ്ധത്തിന് പോകുന്ന ആ ഒരു രീതിയിലുള്ള ഭീകരത ഉണ്ടെങ്കിൽ പോലും അത് വേറൊരു രീതിയിലാണ് പോയിട്ട്
കാണിച്ചിരിക്കുന്നത്, വിച്ച് മീൻസ് ഹി ആക്ച്വലി ഗ്ലോറിഫൈസ് വാറിനെ ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ദെൻ വി ആർ മൂവിങ് ടു മേജർ തീംസിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഫസ്റ്റ് തീം എന്ന് പറയുന്നത് വാറാണ്, ദറ്റ് ഈസ് വേൾഡ് വാർ ഫസ്റ്റ്. ദെൻ ഞാൻ ഓൾറെഡി പറഞ്ഞു അൺസർട്ടൈനിറ്റി. ദെൻ തേർഡ് വൺ ഈസ് സൈക്കോളജിക്കൽ ട്രോമ. ഞാൻ പറഞ്ഞു അവരുടെ ആ ഒരു മെൻ്റൽ സിറ്റുവേഷൻ, ദേ ഹാവ് ദി ബ്ലെൻഡ് ഓഫ് ബോത്ത് സോറോ അറ്റ് ദി സെയിം ടൈം ചിയർഫുൾനെസ്, രണ്ടും ഉണ്ട്. പിന്നെ ഡെത്ത്, അത് പോകുന്നവർ തിരിച്ചു വരില്ല എന്ന് പറയുന്നത് അത് ഒരു മേജർ തീമാണ് ഡെത്ത് എന്ന് പറയുന്നത്. ദെൻ സാക്രിഫൈസ്, അതായത് അവരുടെ ലൈഫ് ദേ ആർ ഗോയിങ് ടു സാക്രിഫൈസ് ബട്ട് അറ്റ് ദി സെയിം ടൈം പീപ്പിൾ ആർ അൺഅവെയർ അബൌട്ട് ദ ഫാക്ട്. ദെൻ ഡിറ്റാച്ച്മെൻറ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പബ്ലിക്കിന് അറിയത്തില്ല, പബ്ലിക്കിനൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നില്ല സോൾജേഴ്സിനോട്, അവരോടൊരു എന്താ പറയുക, ഒരു കണക്ഷൻ വരുന്നില്ല, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് കണക്ഷൻ പബ്ലിക്കിന് വരുന്നില്ല. പബ്ലിക് ബിഹേവ് ചെയ്യുന്നത് എന്തോ വളരെ സില്ലി ആയിട്ടുള്ള എന്തോ കാര്യത്തിന് അവർ പോകുന്നു എന്നുള്ളതാണ്. സോ വി ക്യാൻ സീ എ കൈൻഡ് ഓഫ് detachment there. Then major symbol, we can say the major symbol എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വൈറ്റ് ഫ്ലവേഴ്സ് ആണ്. നമ്മൾ റീത്ത് എന്ന് പറയുന്നുണ്ട്, വിച്ച് സിംബലൈസസ് മോർണിംഗ് ആൻഡ് എംപ്റ്റിനെസ്, ഡെത്ത് ആൻഡ് ദ ഗിഫ്റ്റ്സ് ഡെപിക്ട്സ് റിമെമ്പറൻസ്. അതായത് ഇപ്പോൾ ഇവരെ എന്താ പറയുക സെൻഡ് ഓഫ് ആയിട്ട് വിടുന്ന, ഫെയർവെൽ പോലെ വിടുന്ന അവർ കൊണ്ടുവരുന്ന വൈറ്റ് ഫ്ലവേഴ്സ്, വൈറ്റ് സിഗ്നിഫൈസസ് എംപ്റ്റിനെസ് അല്ലെങ്കിൽ മോർണിംഗ്, ഡെത്തിനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു റിമെമ്പറൻസ്, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ പോലെയാണ്, അതിൻ്റെ ഒരു സിംബലൈസേഷനാണ് ആ വൈറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഓക്സിമോറൺ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആക്ച്വലി എ ഫിഗർ ഓഫ് സ്പീച്ച് വിച്ച് ഡെപിക്ട്സ് ദ കോൺട്രഡിക്റ്ററി ടേംസ് ടുഗെദർ. രണ്ട് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ദി സോൾജേഴ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ഗ്രിംലി ഗേ. ഫസ്റ്റ് സ്റ്റാൻസിൽ ഗ്രിംലി ഗേ എന്ന് പറയുന്നുണ്ട്, വിച്ച് മീൻസ് ദേ ആർ ബോത്ത് സോംബർ ആൻഡ് ചിയർഫുൾ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻ നെക്സ്റ്റ് ഡേ ഓർ ടുമോറോ. സോ ഇതൊക്കെയാണ് ഈ ഒരു പോയിന്റിൽ മെയിനായിട്ട് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി പോം. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.